നമുക്കിന്ന് ഒരു അസംബ്ലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അസംബ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഹോം ബട്ടണിൽ ഇവിടെ അസംബ്ലിയിലേക്ക് വരിക. ഇവിടെ ക്രിയേറ്റ് അസംബ്ലി കൊടുക്കുക. അതിനുശേഷം അസംബ്ലിക്ക് ഒരു പേര് കൊടുക്കാം, അസംബ്ലി 1. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ, അസംബ്ലി ടൈപ്പ്, അസംബ്ലി സ്റ്റൈല്, കോഡ് സെറ്റ്, ഇതെല്ലാം നമുക്ക് ഈ ഡിഫാൾട്ട് ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. സ്പെസിഫൈ അസംബ്ലി ബേസ് ലൈൻ ലൊക്കേഷൻ. അപ്പോൾ അതായത് ഈ അസംബ്ലിയുടെ ബേസ് ലൈനിന് ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും, അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ബേസ് ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയി. ശേഷം നമുക്ക് ഇതിലേക്ക് ഈ സബ് അസംബ്ലീസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഈ ടൂൾ പാലറ്റ്സ് ഓപ്പൺ ആക്കി വെക്കുക. ഈ പ്രോപ്പർട്ടീസും ഇവിടെ ഓപ്പൺ ആക്കി വെക്കുക. കാരണം നമുക്ക് ഇവിടെ ചെയ്യുന്ന ഈ ടൂൾ പാലറ്റ്സിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മുടെ പ്രോപ്പർട്ടീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലൈൻസിൽ ഈ ലൈൻ സൂപ്പർ എലിവേഷൻ AOR എന്നുള്ളത് ആണ് ഞാൻ സെലക്ട് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്സ് ടൂൾ പാലറ്റ്സ് ഇവിടെ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ലൈൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ പാരാമീറ്റേഴ്സിൽ, പാരാമീറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സൈഡ് റൈറ്റ്, അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ്, ഇപ്പോൾ വിഡ്ത്ത് നമുക്കിവിടെ ഒരു ഈ റൈറ്റ് സൈഡിൽ 2 ലൈൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ 3.5 കൊടുക്കുന്നു ഒരു ലൈൻ്റെ വിഡ്ത്ത്. ഡിഫോൾട്ട് സ്ലോപ്പ് നമുക്ക് -2% തന്നെ കൊടുക്കാം. പേ 1 ഡെപ്ത്, അതായത് നമ്മുടെ വെയറിംഗ് കോഴ്സിൻ്റെ ഡെപ്ത് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 0.05 കൊടുക്കാം. ഇവിടെ 0.08 കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ 8 സെൻറ്റിമീറ്ററും ഇവിടെ 5 സെൻറ്റിമീറ്ററും കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ ബേസ് ഡെപ്ത് നമ്മൾ കൊടുക്കുന്നില്ല, ഇവിടെ 0 കൊടുക്കുന്നു. ഇവിടെ സബ് ബേസ് 30 സെൻറ്റിമീറ്റർ കൊടുക്കും. അതിനുശേഷം ഇവിടെ യൂസ് സൂപ്പർ എലിവേഷൻ, നമുക്ക് സൂപ്പർ എലിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ റൈറ്റ് ലൈൻ ഔട്ട് സൈഡ് എന്നുള്ള സൂപ്പർ എലിവേഷൻ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ബേസ് ലൈനിൽ ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ആയി. നമുക്ക് ഇവിടെ ഒരു ലൈനൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സർക്കിളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഈ സബ് അസംബ്ലി പ്രോപ്പർട്ടീസിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ് അസംബ്ലി പ്രോപ്പർട്ടീസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പാരാമീറ്റേഴ്സിലേക്ക് വന്നത് നമ്മൾ കൊടുത്ത, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ചസ് വരുത്താവുന്ന. ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ വിഡ്ത്തും സ്ലോപ്പൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ലൈന് നമുക്കിപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്കിവിടെ റൈറ്റ് ലൈൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ അസംബ്ലി പ്രോപ്പർട്ടീസിലേക്ക് വന്നതിന് ശേഷം ഇവിടെ റൈറ്റ് ലൈൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസിൽ കാണാൻ പറ്റും അതിൻ്റെ ആ നെയിം ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഷോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഷോൾഡേഴ്സിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഷോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കിട്ടിയ ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിൽ ഏതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഷോൾഡർ എക്സ്റ്റൻഡ് ഓൾ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വരിക, ഇവിടെ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈഡ് റൈറ്റ്, ഷോൾഡർ വിഡ്ത്ത് 2 ഡിഫോൾട്ട് ആയിട്ടുള്ള വിഡ്ത്താണ് 2.4. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യുന്നില്ല, അത് തന്നെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നില്ല. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഈ റോഡിൻ്റെ സ്ലോപ്പ് തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈനിൽ ആ രീതിയിൽ ഇവിടുന്ന് കൊടുക്കാം. ഈ നമ്മുടെ നേരത്തെ കൊടുത്ത ആ പേ 1 ഡെപ്ത്
ഇവിടെ നമുക്ക് സെയിം തന്നെ കൊടുക്കാം. ഇവിടെ 0.05. അതിനുശേഷം ഇവിടെ ഇത് 0 കൊടുക്കാം. ഇവിടെയും 0 കൊടുക്കാം. അതിനുശേഷം ഈ സബ് ബേസ് എന്നുള്ളത് 30 സെന്റിമീറ്റർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഈ സർക്കിളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഷോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷോൾഡർ ഇവിടുന്ന് ഇങ്ങനെ ഈ സബ് അസംബ്ലി പ്രോപ്പർട്ടീസിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. പാരാമീറ്റേഴ്സിലേക്ക് വരിക. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഡേലൈറ്റ് സ്ലോപ്പ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിങ്ങനെ ഈ ഒരു ഡേലൈറ്റ് സ്ലോപ്പ് ഇവിടുന്ന് ഇങ്ങനെ ചേഞ്ച് കൊടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സബ് അസംബ്ലി ഹെൽപ്പിൽ ഇവിടെ നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇവിടെ ഷോൾഡർ സ്ലോപ്പ്, ഷോൾഡർ വിഡ്ത്ത്, ഡേലൈറ്റ് വിഡ്ത്ത് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അതായത് നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് കൊടുക്കേണ്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇത് ഈ ഡേലൈറ്റ്സ് സ്ലോപ്പ് 4 തന്നെ കൊടുക്കുന്നു. അപ്ലോഡ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു ഡ്രെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ഡേലൈറ്റിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡേലൈറ്റ് അസംബ്ലീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡേലൈറ്റ് ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തത് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കട്ടിങ്ങും ഇത് നമ്മുടെ ഫില്ലിങ്ങുമാണ്. ഇപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന്, ഇപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഡ്രോണിൻ്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സബ് അസംബ്ലി പ്രോപ്പർട്ടീസിലേക്ക് വന്നതിന് ശേഷം ഈ പാരാമീറ്റേഴ്സിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയും കട്ട് 1 വിഡ്ത്ത്, കട്ട് 1 സ്ലോപ്പ് ഇതൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഈ സബ് അസംബ്ലി ഹെൽപ്പിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ കട്ട് 1ഉം കട്ട് 2ഉം കട്ട് 3 ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ വാല്യൂസ് ചേഞ്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫ്ലാറ്റ് കട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു 4 എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട, അപ്പോൾ അത് ആ ഒരു 4ലോട്ട് മാറി. അതുപോലെ തന്നെ നമുക്കത് ഈ ഫില്ലും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഫിൽ സ്ലോപ്പ് എന്നുള്ളതിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഇവിടെ ഒരു 10 കൊടുക്കാം. കണ്ടില്ല, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തേക്കുന്ന വാല്യൂസ് നോക്കണ്ട, നമ്മുടെ ഡിസൈൻ എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ടൈപ്സ് ഇവിടെ ഡേലൈറ്റ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് മോഡിഫൈ ചെയ്താൽ മതി. റൈറ്റ് സൈഡിലുള്ള എല്ലാ സബ് അസംബ്ലീസും ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ മിറർ ഓപ്ഷനിലൊക്കെ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഒരു മിററായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇതിന് ഷോൾഡർ, ഇപ്പോൾ ലെഫ്റ്റ് ഷോൾഡർ എന്ന് കൊടുക്കാം. ഇവിടെ ഈ റോഡിന് ഇവിടെ ഈ ലൈനിന് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ലൈൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് ഒരു കോറിഡോറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
മറ്റൊരു അസംബ്ലി കൂടെ നമുക്ക് ക്രിയേറ്റ് വീണ്ടും അസംബ്ലിയിലേക്ക് വന്ന് ഇവിടെ ക്രിയേറ്റ് അസംബ്ലി കൊടുത്തു. ഇവിടെ അസംബ്ലി 2 എന്ന് കൊടുക്കാം. ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ബേസ് ലൈൻ ഇവിടെ സെലക്ട് ചെയ്തു. ലൈൻസിൽ ലൈൻ സൂപ്പർലേഷൻ AOR എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് 3.6 തന്നെ കൊടുക്കാം. ഇവിടെ 0.05 കൊടുക്കാം. ഇവിടെ 0.08 കൊടുക്കാം. ഇവിടെ 0. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമുക്കിവിടെ വേണമെങ്കിൽ സൂപ്പർലേഷൻ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ലൈൻ ക്രിയേറ്റ് ആയി. അതിനുശേഷം നമുക്കിത് ഇവിടെ ഈ കർബ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കർബ് ക്രിയേറ്റ് ചെയ്യാം. ഈ കർബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അർബൻ കർബ് ഗട്ടർ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ടൈപ്പ് കർബ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അതിനുശേഷം ഇപ്പം നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അസംബ്ലിയിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ പാരാമീറ്റേഴ്സിൽ ഇവിടെ സബ് അസംബ്ലി ഹെൽപ്പിലേക്ക് പോവുക. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്ത് എന്തൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ കൊടുത്തു. നമുക്കിവിടെ ഒരു സൈഡ് വാക്ക് വേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബേസിക്കിലേക്ക് വന്നു. ഇവിടെ ബേസിക്സ് സൈഡ് വാക്ക്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സൈഡ് വാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബേസിക് കർവ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു കർവ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ് അസംബ്ലി പ്രോപ്പർട്ടീസിലേക്ക് പോവുക. പാരാമീറ്റേഴ്സിൽ ഇവിടെ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വിഡ്ത്ത്, ഇതാണ് ഡെപ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഇവിടെ വിഡ്ത്തും ഡെപ്തും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇത് ചേഞ്ച് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിനെ ഒരു മിറർ എടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിലേക്ക് മിറർ ചെയ്യാം. ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇത് മിറർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെയുള്ള ഈ ടൂൾ പാലറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇങ്ങനെ അസംബ്ലീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് സബ് അസംബ്ലീസ് ഇവിടെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ബേസിക് ബാരിയർ എന്നുള്ളത് നമുക്ക് ഈ സെൻറ്റർ ആയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് പോവുക. അതിനുശേഷം ഈ പാരാമീറ്റേഴ്സ് ഹെൽപ്പിൽ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോപ്പ് വിഡ്ത്ത്, അപ്പോൾ നമുക്ക് അവിടെ ആ പാരാമീറ്റേഴ്സിൽ ഇത് എന്താണെന്നൊക്കെ എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. ഇപ്പോൾ ടോപ്പ് വിഡ്ത്ത്, ടോപ്പ് ഹൈറ്റ്, ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇവിടുന്ന് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു അസംബ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസംബ്ലി വെച്ചിട്ട് നമുക്കൊരു കോറിഡോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാം.